ചങ്ങായിമാരെ, അപ്പോൾ ഇന്നലത്തെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പെൺകുട്ടികളൊക്കെ പേടിച്ചിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പേടിച്ചിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഓൾറെഡി പിന്നെ ഇതേപോലെയുള്ള ട്രാപ്പിലൊക്കെ പെട്ടവർ ഇനിയിപ്പം മെയിനായിട്ട് അതിൽ നിന്ന് ഊരാൻ വേണ്ടി ശ്രമിക്കും. അതെന്ന് വെച്ചാൽ അല്ലാണ്ട് വഴിയില്ല. കാരണം ജീവനിൽ അനക്കായാലും നിങ്ങൾക്കായാലും പേടി ഉണ്ടാവില്ലേ. ഒരാളിപ്പോൾ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴും അടിയായിട്ടുള്ളവർ, അപ്പുറം ഇപ്പുറവും അടിയാക്കുന്നവർ തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല. പിന്നെ ഒരു ദിവസം പണങ്ങിയാൽ ഒരു ദിവസം അണങ്ങുക, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പണങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ദിവസം നമ്മളെ വേദനിപ്പിച്ച ആൾ പിറ്റേ ദിവസം തിരിച്ചിട്ട് പറയും ചെയ്യും. പിറ്റേ ദിവസം വേദനിപ്പിച്ചാൽ ഇതെന്ത് ജീവിതമായിരുന്നു? അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതേപോലെയുള്ള ഒരു അവസ്ഥയാണെന്നാണ് ഇപ്പം ന്യൂസിലൊക്കെ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെവരൊക്കെ ഇനിയിപ്പോൾ ലൈനടിക്കാൻ പോയാൽ ഈ പുള്ളി എങ്ങനെയുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളി നമ്മളിപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ അവർ പേടിക്കും. കാരണം എന്ന് വെച്ചാൽ എന്നാ പറയണ്ടേ, നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാരണം ഇതിലായിരിക്കും ദേഷ്യപ്പെടുന്നു. പക്ഷേ ഇനി ആ ദേഷ്യപ്പെടുന്നതെല്ലാം എല്ലാവരും നോട്ട് ചെയ്തിടും. കാരണം എന്ന് വെച്ചാൽ അവൻ സൈക്കോയാണ്, അവൻ എന്നാ പറയണ്ടേ, അവൻ്റെ സ്വഭാവം ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം 30-31 ഏജായി. അപ്പോൾ ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ പോയി. ഒരു 30 വയസ്സിന് ശേഷം പിന്നെ പ്രതീക്ഷകളൊന്നുമില്ല, സ്വപ്നങ്ങളൊന്നുമില്ല. കിട്ടുന്നത് വരുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 20, 25, 24 ആ ഒരു വയസ്സിലെ നമുക്കൊരു ആ ഒരു എന്താ പറയണ്ടേ, നമ്മളെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയം നടന്നു അത്ര തന്നെ. ഇനി അതിന് ശേഷം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഉറപ്പുമില്ല. അപ്പോൾ നമ്മളിപ്പം ഒരു പെൺകുട്ടീനെ പ്രേമിച്ചാൽ തന്നെ അവർക്ക് ഇനിയോട്ട് വിശ്വാസവും വരില്ല. കാരണം എന്ന് വെച്ചാൽ എന്ത് ഒന്നിനും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മറ്റുള്ള ബന്ധങ്ങൾ, അതായത് ഒരാൾ പ്രേമിക്കുന്ന ഒരാൾ ഇരിക്കെ തന്നെ മറ്റുള്ളവരുമായിട്ടും ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അതാരും സമ്മതിച്ചു കൊടുക്കില്ല. മാന്യരായിട്ടുള്ളവർ സമ്മതിച്ചു കൊടുക്കില്ല. അത് ഒട്ടും എന്നാ പറയണ്ട, ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത അത് സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കൊടുക്കുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള റിലേഷൻ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ അത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? അവരുടെ ഭാഗത്തുമല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ബന്ധം കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അതിൻ്റെ സംശയങ്ങളൊക്കെ വരുന്നുണ്ടാകും. ആൾക്കാർക്ക് സംശയം വരുന്ന രീതിയിൽ വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നതെന്ന് വെച്ചാൽ അത്രയും എന്താ പറയണ്ടേ, അവർ ലഹരി ഉപയോഗിക്കാൻ തന്നെ ഇവരെ കൊണ്ടുള്ള ടെൻഷനൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്.